അച്ഛന്ന് 7:30 സമയം 7:30 കേട്ടോ. അപ്പം ഇവിടെ ചോറെടുപ്പത്തായി, പുട്ടായും കൊണ്ടിരിക്കണു. മോരുകൂട്ടാനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എല്ലാ പണിയും കഴിയണം. അപ്പം അതിൻ്റെ തിരക്കുകളാണെങ്കിൽ പൊന്നു നോക്ക്. അപ്പം ഇവിടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം പറ. പൊന്നുവിൻ്റെ വകയെ വിട്ട് ഇന്നത്തെ സ്വാഗതം പറ. അപ്പോഴേ നമ്മുടെ ഈ പുട്ടും കുറ്റി മാറ്റിയിട്ട് നമുക്കില്ലേ ചിരട്ടപ്പുട്ടിൻ്റെ പുട്ടും കുറ്റി വാങ്ങണം. ഓൺലൈനിൽ അത് നോക്കിയതാ കേട്ടോ. അപ്പോൾ ഇതെന്താ അത് ലമ്മ, ചിരട്ടപ്പുട്ട് നമ്മളിവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ചിരട്ടപ്പുട്ടിൻ്റെ പുട്ടും പേരിയൊക്കെയാണേ. അപ്പോൾ സാധനം എടുക്കുന്നു. അതാ കത്താത്തേ. ഇവിടെ ഉണ്ട് ഇത് സാധനം ഉണ്ട്. ഇത് ഒഴിവാക്കണേ. ഇപ്പോഴാണ് അതിക്ക് കാറ്റ് പോയി. അമ്മ ആദ്യമായിട്ട് കത്തിച്ച് നോക്കാൻ. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അമ്മ. അത് പൈപ്പ് കാറ്റ് വലിച്ചാലാണ് കത്തുപോയി. ഇപ്പൊ കത്തില്ലേ? കാറ്റ് പിടിച്ച തീ പിടിച്ചിട്ടില്ല. അത് ഇപ്രാവശ്യം കൊണ്ടുവന്ന അരിയില് ചെറിയൊരു മണമുണ്ട്. എന്തരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയലമ്മ? നമ്മൾ സാധാരണ അരിയല്ലപ്പ് സാധാരണ വാങ്ങണ അരിയല്ല ഇപ്പം തന്ന പ്രാവശ്യം. അച്ഛമ്മേ അത് നേരെ അമർത്തിയാൽ മതി. നേരെ അങ്ങനെ അമർത്തിയിട്ടാണ് താത്തിയിട്ടാണ് തിരിച്ചാൽ മതി. നമ്മളേ രാവിലെ കുളിച്ച് കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിക്കഴിഞ്ഞാലില്ലേ ഇതെല്ലാവരും ചോദിക്കുന്നതാണ്, നിങ്ങൾ ഈ തലയത്തെ കെട്ട് അഴിക്കില്ലേ എന്നുള്ളത്. ഇതിങ്ങനെ കെട്ടി വെള്ളം കുറച്ച് മുടിയുള്ളൂ വെച്ചാൽ വെള്ളം പിന്നെ ഒന്നാമത് എന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ ആർക്കും ചോറിലൊരു മുടി കണ്ടു കഴിഞ്ഞു വെച്ചാൽ എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയാണ് കേട്ടോ ഇവിടെ. എന്താ അപ്പോൾ വലിയ നമ്മൾ മുടി കൊടുത്തു കഴിഞ്ഞാൽ മുടിയല്ല ചോറ് കൊടുക്കുമ്പോൾ അതിലൊരു മുടി വെട്ട് കഴിഞ്ഞു വെച്ചാൽ അതിൽ വെള്ളം ഒഴിച്ചിട്ട് പോവും. അപ്പോൾ അതിപ്പോഴത്തെ ഇപ്പോഴല്ല കേട്ടോ, അച്ഛനും അങ്ങനത്തെ ഒരു ശീലമാണ്. ഇപ്പോഴൊക്കെ ഏട്ടന്മാർക്കൊക്കെ കുറച്ചീശ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് വിചാരിക്കണു. അത്ര വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഇല്ല അല്ലേ? ഒരു മനസ്സിക്ക് അപ്പോൾ അത് കാരണം ഒന്നും കൂടി ആവേണ്ടത്. അപ്പം അത് കാരണം നമ്മൾ എന്ത് കാട്ടുന്നറിയോ, കഴിയണതും അങ്ങനെയൊന്നും ഉണങ്ങുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇനി പണി ഒരുങ്ങി കഴിഞ്ഞാൽ ചെയ്യട്ടോ. കുറേ വീഡിയോയിൽ നമുക്ക് വരുന്നൊരു മുടി ഉണങ്ങും ചെയ്യുന്ന ഒക്കെ ഉള്ള മുടിയൊക്കെ കൊഴിഞ്ഞു പോയേക്കണേ. ഇനി ഒന്നുമില്ല മുടി. ഇതങ്ങോട്ട് മാറ്റിയേക്കട്ടെ. അപ്പോൾ കൂട്ടാത്തിൽ വയ്ക്കാം. ഇതിൽ വെള്ളം കമ്മിയുണ്ട് കേട്ടമ്മ. കുമ്പളങ്ങിയും നമ്മൾ കുമ്പളങ്ങിയും അതേപോലെ തന്നെ ചേനയും പാടെ ഇട്ടിട്ടുള്ള മോരിക്കൂട്ടൻ. ഇത് അത്രയേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലുത്. അപ്പം അത് പച്ചമുളക് അരച്ചു കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. പച്ചമുളക് വേണ്ട വിചാരിച്ചിട്ട് നമ്മൾ മുളക് പൊടി കൂട്ടിയേ. മുളക് പൊടിയാണെങ്കിലോ തുള്ളി കൂടിക്കഴിഞ്ഞാൽ എരിവ് കൂടിയാൽ അത് തീരെ പറ്റില്ല. എരിവില്ലെങ്കിൽ അനിയേട്ടന് പറ്റില്ല, എരിവ് കൂടിയ അനിയന് പറ്റില്ല,
ഈ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഭക്ഷണം വെള്ളം നിറഞ്ഞു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. അല്ലമ്മ വെള്ളം നിറഞ്ഞോ? എല്ലാവരും വിചാരിക്കില്ലേ എളുപ്പമുള്ള പണിയാണ് ഭക്ഷണം ഉണ്ടാക്കലേന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പണി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആ പണിയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കൽ. അത് നേരെ ആയിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. എന്തൊരു സാധനമാണെന്ന് വെച്ചാലും അനിയേട്ടന് കുറച്ച് എരിവും പുളിപ്പും ഒക്കെ വേണം. സതിയേട്ടനാണോ എന്ന് വെച്ചാൽ ഇതൊന്നും അധികം വേണ്ടാത്ത ഒരാളും. ഇവര് രണ്ടുപേരുടെയും ടേസ്റ്റിന് വറുക്ക എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ പച്ചമുളക് കീറിയിട്ടിടണോ? അന്ന് നല്ല എണ്ണ വെച്ചിട്ട് വലിപ്പിച്ചാൽ മതി. എന്നാ അത് നിർത്തിക്കോളി അമ്മ. വറുത്തിടണം. തൈരൊന്ന് മിക്സിയിൽ അടിക്കട്ടെ. ഗ്യാസ് ഇല്ലേ? അതെ. കൂട്ടാന് വെള്ളം പോലെ പറഞ്ഞാൽ അങ്ങനെ വെള്ളം പോലെയല്ല പറഞ്ഞല്ലോ, കുറുക്കിയിട്ട് അല്ലേ ഒപ്പാണ്ട് തല വിലയെ പറഞ്ഞിട്ടാണ്ട് കഴുകി വയ്ക്കുക. പുട്ടാൻ ഏട്ടൻ നല്ല കൊണ്ടുവന്നിരുന്നല്ലോ. ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ? നോക്കി ചെറിയ കൈ എടുക്കണ്ട. മുറിയനില്ലേ പെട്ടതേ. അപ്പം നമ്മുടെ സ്വാമിമാർക്ക് കൊടുക്കാനുള്ളത് ആയി. എല്ലാ പണികളും ലേട്ടാ. എന്തോ പുട്ട് തരാ സ്വാമി. സമയം 7:45 സമയം 8 മണിയാകുമ്പോൾ നോക്കി നോക്ക് കുട്ടികളെ. സ്വാമി കുട്ടികളെ സമയം എത്രയാണ്? 8:10 കഴിക്കാം. ആയേക്കണോ സ്വാമികൾക്ക്? എല്ലാവരും ഒപ്പം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ, അല്ലാതെ ഇല്ലമ്മ. ആവുമൊക്കെ ചെയ്തു. ഇനി ഇതൊന്ന് കടുക് വലിച്ചിടണം. ഇതൊരു പക്ഷെ ഇതിൽ എന്താണെന്നറിയോ പ്രശ്നം? ഇത് ചൂടാറാതെ ഈ ഗ്ലാസിൻ്റെ ഇത് തുടയ്ക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്, നല്ല തുണിയും കൊണ്ട്. അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുണ്ട് കേട്ടോ. പൊട്ടാൻ സാധ്യത ഉണ്ട് അല്ലേ? ഇപ്പം ചില സമയത്ത് ചോറ് എന്താ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂ പറഞ്ഞത് വെള്ളം പോവാണ്. അമ്മ വേറൊരു ചീനച്ചട്ടി ഉണ്ടായിരുന്നില്ലേ ചെറുത്, കടുക് താളിക്കണ്ടേ ഇതിന്? എവിടെ എണ്ണ? ഇതെണ്ണ മണത്ത് നോക്കുകയാണ്. വെളിച്ചെണ്ണ ഏതാ? ഉണക്കമുളകേ, കടുക് താളിക്കണ്ടേ? ഉലുവ ഉണ്ടായിരുന്നു അപ്പം ഇതിലേതിലോ എവിടെ? കടുക് അതിലെന്താ? കായും പച്ചപ്പയറും പാടെ തൊപ്പേരി. ഇതൊക്കെ ആലോചിച്ചിട്ട് വരുന്നുണ്ട്. എന്താ ആലോചിക്കണ്? എന്തെങ്കിലും ആലോചിക്കണ? എന്താ ആലോചിക്കണ്? എന്താ കുഞ്ഞുണ്ണി നീച്ചില്ല? കുഞ്ഞു നീച്ചില്ല? കുഞ്ഞനല്ല കുഞ്ഞുണ്ണിയേ.
ഉപ്പമ്മ ഇട്ടിരുന്നില്ല അതിൽ പേരിയായി, കൂട്ടാനായി, പുട്ടായി, ചോറടുപ്പത്ത് വേവാറായി. പഴമാണ് കേട്ടോ പുട്ടിന്, പഴം പുഴുങ്ങിയതാണ്. പപ്പടം വേണ്ട. നമ്മുടെ ഇന്നൊക്കെ ആശുപത്രി പോകേണ്ട ദിവസം. ഇന്ന് 12 മണിയാകുമ്പോൾ എനിക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസം കേട്ടോ. ഡോക്ടറെ കാണാൻ പോകണം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായില്ലേ. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ കള്ളത്തരം കാട്ടിയിട്ട് ജിമ്മിന് വരാതിരിക്കുക ചോദിച്ചോ? ഏട്ടൻ പറഞ്ഞില്ലേ? അപ്പം ഇങ്ങനെ സെറ്റായിട്ടേ നമുക്കിങ്ങനെ നിർത്തുമ്പോൾ ഒരു ഇടങ്ങാറ്. ഇത് ചൂടാവുന്നുണ്ട് കേട്ടോ സംഭവം ഗ്ലാസ്. അപ്പോൾ അതന്നെയല്ലേ പറഞ്ഞ തുടക്കിയത് പറഞ്ഞു. അപ്പോൾ അതാ ഇനി അര കുറ്റിയും കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. പുട്ടുണ്ടാക്കി കഴിഞ്ഞ് വെച്ചല്ലേ ചിലപ്പോൾ വൈകുന്നേരം വരെ പുട്ടന്നെ അധികമാവും. മറ്റേ ഞാൻ അവർക്കുള്ളത് അവിടെ കാസർഗോഡിലാക്കി അവർക്ക് കഴിക്കാൻ കൊടുക്കും. സതിയേട്ടോ അവിടെ ജഗ പുകയാണ്. കുഞ്ഞുണ്ണി രാവിലെ നീച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ അവന് മടി. ഇന്ന് അമ്മൂട്ടിക്കാണ്. അതല്ലേ അന്ന് അവർ കാണിച്ചത് നമുക്ക് 400 രൂപയുടെ. ചായ ചൂടാക്കണ്ടേ അമ്മ? അങ്ങനത്തെ ഇത് മറ്റേതില്ലേ ശരിക്കും അലുമിനിയത്തിന്റെ ഒരു തട്ട് വാങ്ങണം അമ്മ ചോറൂറ്റാൻ. ഒരു ഇത് കാണിച്ചു തന്നില്ലേ ഒരു എന്താ ചോറ് വന്നതല്ലോ. വെള്ളം കഴിഞ്ഞിട്ട് വേറെ വെള്ളം വയ്ക്കാം. ഇതാ ഇതിന്റെ മോളെ ഇതിലേ അത് തുറക്കുക. ഇതന്നെ അതിനില്ലേ നല്ല വടി എടുക്കുക കേട്ടാ. ഒന്നും നോക്കരുത്. അതിൽ വെച്ച വീഡിയോ കുറിച്ച് ആ താഴെ കിടക്കും. പൊന്നേ എന്താ തിരക്ക്? വേണ്ട വേണ്ട വേണ്ട. കിച്ചൻ എന്താ വേണ്ട? പുട്ട വേണ്ട. സതിയേട്ടനുണ്ട് ഇത്ര. കുട്ടിസ്വാമികൾക്ക് വിശക്കട്ടെ. എന്താ അമ്മ തോക്കുന്നത്? അതായിരിക്കണം അവിടെ. അപ്പോഴേ നമുക്ക് വൈകുന്നേരമായില്ലേ. രാവിലെ വീഡിയോ എടുക്കാൻ നിന്നിട്ടേ പിന്നെ വീഡിയോ എടുത്തില്ല. നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി. ട്രൗസർ ഇടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നല്ലേ നമ്മൾ രാവിലത്തെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആശുപത്രിക്ക് പോയി. ആശുപത്രി പോയപ്പോൾ ഈ മാസം വരെ നമ്മൾ തുടർച്ചയായിട്ട് ഓരോ ദിവസം മരുന്ന് കഴിച്ചിരുന്നു. ഈ അടുത്ത മാസം 8-ാം തീയതി വരെ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റത്തെ മാസം കഴിഞ്ഞിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെയും പോകാൻ പറഞ്ഞു. അപ്പോഴും ഇതേപോലെ മരുന്ന് കഴിച്ചും കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. ഇപ്പം എത്ര മരുന്ന് കഴിച്ചും കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു ലേട്ടാ. മരുന്ന് കഴിക്കണം. പിന്നെ നല്ല ഇതിൻ്റെ കുറവുണ്ട്, ബ്ലഡിൻ്റെ കുറവുണ്ട് പറഞ്ഞിട്ട് ഇന്ന് കാല് ഭയങ്കര നിലത്ത് ഊന്നാൻ പറ്റുന്നില്ല. കാല് കുറേ ദിവസമായിട്ടോ കാല് വേദന അതിങ്ങനെ നടന്നിട്ട്. അപ്പം ഇന്ന് പോയപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞത് കാല് വേദനിച്ചിട്ട് വയ്യ എനിക്ക്. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇനി അടുത്ത മാസം ആകുമ്പോഴേക്കും കാലുവേദന വന്നിട്ടില്ലെങ്കിൽ വേറെ ആശുപത്രി പോയി കഴിഞ്ഞാലേ പിന്നെ മരുന്ന് തന്നെ. പിന്നെ വെറുതെ ഇല്ലമ്മാ ചോറ് എത്ര നമ്മള്
ചോറുണ്ടിട്ടും ശാരദ കാര്യമില്ല. ശരിയാക്കി ഈയല്ല ശരിയാക്കി പിന്നെ ആരാ എത്ര ചോറുണ്ടിട്ടും കാര്യമില്ലാന്ന്. ചോറ് കമ്മിയാക്കിയിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നല്ല കഴിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ കൊറേ ചോറിന്റെ എന്താ കാര്യം ഷുഗർ ചെറുപയർ പുഴുങ്ങിയത്, വെള്ളപ്പയർ, കടല അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ പറഞ്ഞു. ഗ്യാസിന്റെ പ്രശ്നം വരികയാണ് പറഞ്ഞാൽ അപ്പൊ ഡോക്ടർ പറയാണ് ജീരക വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്ന്. അങ്ങനെയുള്ളതൊക്കെ മക്കൾക്ക് നമുക്കൊക്കെ ശീലമാവണം ഭക്ഷണം എന്ന്. അത് ശരി കേട്ടോ. എന്താ കുഞ്ഞു കാണിക്കുന്നു? തുടക്കുക. എന്താ സഹായിക്കാൻ ആള്? കുഞ്ഞാ നിന്റെ അച്ഛനെ വിളിച്ച ചോറിനാന്. ഇതാ കണ്ടോ ഡപ്പകൾ കണ്ടോ, കാണാൻ എന്ത് രസാലേ. ഇനി ഒക്കെ ഇത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് വെക്കിട്ടോ അല്ലേ. ചെറുപയറൊക്കെ നിറഞ്ഞു നിറഞ്ഞു പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടോ അമ്മൂട്ടി. നല്ല ഡപ്പകൾ. എന്തേ പലഹാരത്തിന് കറി എന്താ? കടലേ വെള്ളപ്പയറോ? വെള്ളപ്പയർ പറ്റില്ലല്ലോ അല്ലേ. എന്താന്നറിയോ സാമ്പാർ ഇഡ്ഡലി ഉണ്ടാക്കിയത്. കടലാക്രമണം ഉണ്ടായിക്കുന്നോ? ഇഡ്ഡലിയും സാമ്പാർ മതിയോ? എന്നാൽ ചോറിനുമായി വൈകുന്നേരത്ത് വേറെ എന്തെങ്കിലും വെക്കേണ്ടി വരും സാമിശന്നങ്ങൾക്ക്. വൈകുന്നേരം ദോശ ഉണ്ടാക്കാം. അപ്പോൾ ചട്നി അരക്കും പോരെ. കടലക്കറി വെച്ചോ? രാവിലെ കടലക്കറി, ഉച്ചയ്ക്ക് സാമ്പാർ, വൈകുന്നേരത്ത് ചട്നി അല്ലേ. എല്ലാവരും പുട്ടും കടലക്കറി, എന്താ ഇഡ്ഡലി സാമ്പാർ, ചട്നി, ചമ്മന്തി, പൊടി ഇതൊക്കെയാണ് ഇഷ്ടമുണ്ടാവുക. ഇവിടെ കടലക്കറി ഇഡ്ഡലി, ദോശ കടലക്കറി. അതാണ് കടലക്കറി. ഇത് നല്ല രസം ഉണ്ടാവും ചെയ്യും കേട്ടോ. വറുത്തരച്ചൊക്കെ കടലക്കറി വെച്ചാലമാ നേരത്തെ ചോറിന് ഇഡ്ഡലിക്കും രാവിലെ കൂട്ടാൻ വേണ്ടേ. അപ്പോൾ എന്താ കടലക്കറി ഉണ്ടെങ്കിൽ കടലക്കറി കൂട്ടിയിട്ട് ചോറിനിട്ട് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നത് വേണമെന്നൊന്നുള്ള ഇതൊന്നുമില്ല. എന്താണോ ഉള്ളത് അത് കഴിക്കും. സാമ്പാറാവുമ്പോൾ എന്താണെന്നറിയോ, ഇഡ്ഡലിക്ക് തോനെ കൂട്ടിയിട്ട് മക്കളൊക്കെ കഴിക്കും. കടലക്കറി ഇപ്പം മിഞ്ഞാന്ന് ദോശയ്ക്ക് ഉണ്ടാക്കിയുള്ളൂ അല്ലേ. സാമ്പാർ ഉണ്ടാക്കിയ പോരെ. മുരിങ്ങക്കായ ഞാൻ വെറുതെ പറഞ്ഞല്ലോ. എങ്ങനെയായാലും അതെ ഇപ്പൊ തേങ്ങന്ന് മാറി മുരിങ്ങയ്ക്ക് കയറിയോ? ഇവിടെ ഈ തിണ്ട് ഇങ്ങനെ ഇതായതും കൊണ്ടേ എല്ലാം തിണ്ട് കയറിപ്പോ. എല്ലാം തിണ്ട് കയറി. നമുക്ക് ഇവിടെ അല്ലേ ഒരു അതിന് ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു രീതിയിൽ അല്ലമ്മ. എന്തോ എന്തോ ആ എണ്ണ അവിടെ നിന്ന് മാറ്റി എവിടേക്കാ? ബാ മാമുണ്ണ പാപ്പ തന്നെയാ. ചോറാക്കണ്ടേ? അച്ഛനും ആരാ? വാ ചോറ്. സതിയേട്ടനെ വിളിച്ചോ കഴിക്കാൻ? ഇങ്ങട് നടക്കുക തന്നെ. ഇതിലാക്കിയാൽ മതിയോ? തൈലല്ലോ വേറെ ചെമ്പിൽ വേണ്ടേ? പിന്നെ ഇപ്പം ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. വഴുതനങ്ങ ഉപ്പേരി, പയറും കായ ഉപ്പേരി ഉണ്ട്, പിന്നെ മോരുകൂട്ടാനുണ്ട്. നമുക്ക് രാവിലെ വെച്ച കൂട്ടാൻ കുറച്ച് എന്താ ഇവിടെ കൂട്ടാൻ അധികം വേണ്ട കുട്ടികൾക്കൊക്കെ അല്ലേ അച്ചുട്ടി ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് അത് കൂട്ടിയിട്ട് ചോറ്. അമ്മു പിന്നെ അങ്ങോട്ട് പോയി വിളിച്ചിട്ട് വരാത്ത ആളാണ്. പുട്ടും കഴിച്ചിട്ട് അമ്മുട്ടിയും കഴിച്ചില്ല കേട്ടാ. അപ്പം അങ്ങനെ എന്താ അമ്മ ഉച്ചയ്ക്ക് ചോറിനാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ചോറ് വേണ്ടാത്രേ. അച്ഛസ്വാമീനെ അവിടെ കാണാല്ലോ, വണ്ടി മാത്രമല്ലോ അവിടെ. ക്ലബിക്ക് പോയിട്ടുണ്ടാവും. വെള്ളിയാഴ്ച ഇനിയിപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ. വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ കാണിപ്പാട്ടല്ലേ. അപ്പം കാണിപ്പാട്ടാവുമ്പോൾ ഇത് ചൂട് ചോറ് കേട്ടോ സ്വാമിമാർക്ക് വെച്ചതാണ്. കാണിപ്പാട്ടാവുമ്പോൾ നമ്മൾ ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. അപ്പോൾ സ്വാമികൾ കാണിപ്പാട്ടിന് വരുന്ന സ്വാമിമാർ ചോറ് അത്ര കഴിക്കുക. അപ്പോൾ അവർ പറഞ്ഞു ചോറും സാമ്പാറും രസമൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ചോറ് കഴിക്കുകയാണ് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചതില്ലല്ലോ. നല്ല സദ്യയായിരുന്നു.
ഇതെന്തൊക്കെ ചെയ്യണത്? ഓ ഓ ഇത് കുഞ്ഞുള്ളതാ. എന്താ ചെയ്യ? അപ്പൊ നമുക്ക് കഴിച്ചാലോ? അല്ലേ? കഴിച്ചാലോ അറിയാം. പിന്നെ ഈ എങ്ങനെ ഉണ്ടാക്കുക? വെള്ളം കഴിഞ്ഞോ? ദോശ. കുഞ്ഞുസ്വാമി എൻ്റെ കയ്യിൽ പഴുത്തിട്ടോക്ക് രാവിലെ ഇത് ആയതാ. ഉണ്ടോ കാണുന്നുണ്ടോ? കയ്യിൽ കരിയുണ്ട് കേട്ടോ. എന്തെന്നറിയോ? ഓലക്കൊടിയുടെ ഹൃദയമേ നീ അറിയൂ. കഞ്ഞിയല്ല, ചെറുപയറുമല്ല. ആ ഇനിയിപ്പോൾ അതേ കണക്കൂട്ടിക്ക. ഇത് വേണ്ട അല്ലേ? അമ്മയല്ലേ രാവിലെ ചെറുപയർ കഞ്ഞി വെക്കാന്ന് പറഞ്ഞാണ്. നാളെ കേട്ടാ, എല്ലാ ദിവസവും പറഞ്ഞ പോരെ? എല്ലാ ദിവസവും ഇത് കൃത്യമായിട്ട് പറയാം കേട്ടോ. നാളെ വയ്ക്കാ, നാളെ വയ്ക്കാന്ന്. ഓ ഞാൻ ഉമ്മ തരാത്ത കൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്താ സങ്കടം? ഉമ്മ പോരെ ഏട്ടാ? കിച്ച് പറയണേ, ആ മാലിട്ടിട്ടേ ഞാൻ അവനൊരു ഉമ്മ പോലും കൊടുത്തില്ല അത്രേ. അപ്പൊ അവനതിൽ സങ്കടം അത്രേ. എന്താലേ എന്തൊക്കെ കാണണം നമ്മള്. അതാ ഇങ്ങനെ വെച്ചാൽ ഇതെന്തിനത് അടി അവിടെ പാട്ട് വെച്ച് പാട്ട് സൗണ്ട് ഇങ്ങനെ കമ്മിയാക്കി വന്നു. ഒരു എന്താ പനിയോണ്ട് ഇതിങ്ങനെ കൊണ്ടവേ ഇതിൽ അടിയിൽ തന്നെ. ഇതിലല്ലല്ലോ വെച്ചത്, ഇതിലെന്നെ വെച്ച് കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കിയത്. ആർക്ക് വേണ്ടത്? ആർക്ക് സമ്മാനം? എന്ത് ആർക്ക്? ചോറ് വിളമ്പ്. ആവു എന്താ അത്? ഓരോന്നിന്റെ വലിപ്പം. അച്ചുക്ക് സോയാബീൻ വറുത്തതിലൂടെ എനിക്ക് ഇഷ്ടം സോയാബീൻ. ഇന്ന് വേണ്ട, ഇനി നാളെ മതി. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ അച്ചുട്ടി ഉണ്ടോ? ഉരുളക്കിഴങ്ങ് വറുത്ത ചോറുണ്ട്. അച്ചുവിൻ്റെ ചെരുപ്പ് പൊട്ടി 1 മാസം എത്തിയില്ല. 150 രൂപയുടെ ചെരുപ്പ്. അച്ചുവിന് അതിന് വിഷമമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വിഷമം, ചെരുപ്പ് പൊട്ടി പറഞ്ഞിട്ട്. എന്നിട്ട് കുട്ടി ഇപ്പോൾ പോയി ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അമ്മ ചേച്ചി അതേപോലത്തെ ചെരുപ്പ് വാങ്ങി 150 രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങി 2 മാസം എൻ്റെ കുട്ടി തകച്ചു. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ, സീ യു.